ഹായ് ഓൾ, ഞാനിപ്പോൾ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ടോ. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ പേര് നന്നായിട്ട് വെള്ളം ഉറുന്നുണ്ടാവൂലേ. പക്ഷെ അങ്ങനെ കൊതിപ്പിക്കാവുന്ന വിധത്തിലൊന്നുമില്ലായിട്ട് ഉണ്ടാക്കണേ. എനിക്കറിയണ പോലെ ഒരു കറി നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനായിട്ട് ഉണ്ടാക്കണു, അത്രേ ഉള്ളൂ. എല്ലാതും സാധാരണ മാതിരി തന്നെ സബോള അരിയ, തക്കാളി അരിയ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പില, ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി സബോളയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് തക്കാളിയും ബാക്കി ഐറ്റംസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മുട്ടയിട്ട് നമ്മുടെ മുട്ടക്കറി റെഡിയായി. പിന്നെ മസാലപ്പൊടി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മസാലപ്പൊടിയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്ക് വീട്ടിലത്തെ രുചിയും കിട്ടും, അതുപോലെ തന്നെ അത്യാവശ്യം വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കഴിക്കാനും പറ്റും. എന്തായാലും കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കറി അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലൊക്കെ മസാലക്കറികൾ വെക്കാറുള്ളൂ, അല്ലെങ്കിൽ ഡെയിലി പരിപ്പും പയറും മുതിരും ഇതൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോണേ.